അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ ഖദർ മൂന്നാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വിധി നിർണയ രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. ലൈലത്തുൽ ഖദ്രി വിധി നിർണയ രാവ് ഖൈറുൻ ഉത്തമമാണ്, മിൻ അൽഫി 1000-ത്തേക്കാൾ ഷഹർ മാസം. ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണ് ഉള്ളത്. റമദാൻ മാസത്തിലാണ് ഖുർആനെ അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ തന്നെ അതിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ജനങ്ങൾക്ക് സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ. നേർവഴിയുടെ വിശദീകരണങ്ങളാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണിക്കുന്നതാണ്. റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ആ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണ്. അഥവാ ആ ഒരൊറ്റ രാത്രി എന്തെല്ലാം ഇബാദത്തുകൾ നിർവഹിക്കുന്നുവോ ആ ഇബാദത്തുകളെല്ലാം തുടർച്ചയായി 1000 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ്, മഹത്തരമാണ്. 1000 മാസം എന്നാൽ 83 കൊല്ലത്തിലേറെ വരും. 83-ലേറെ വർഷം ഒരാൾ ഇടതടവില്ലാതെ ഇബാദത്ത് ചെയ്താൽ, ആരാധനാ കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചാൽ അയാൾ എത്രമാത്രം ശ്രേഷ്ഠനും ഉന്നതനും മഹത്വമുള്ളവനുമായി മാറുമോ അതിനേക്കാൾ മഹത്വമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു വിശ്വാസിക്ക് നേടാൻ കഴിയുന്നത്. അതിന് ആ രാത്രിയെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയണം. ഭൗതിക ലോകത്ത് ചില കാലാവസ്ഥകൾക്ക്, ചില ഋതുഭേദങ്ങൾക്ക്, ചില സാഹചര്യങ്ങൾക്ക് മനുഷ്യൻ നട്ടു നനച്ചു വിതച്ചു വളർത്തുന്ന കൃഷിയുടെ വളർച്ചയുമായി നല്ല ബന്ധമുണ്ട്. പ്രത്യേക കാലാവസ്ഥയിൽ വിതക്കണം, പ്രത്യേക കാലാവസ്ഥയിൽ അത് കൊയ്യണം, പ്രത്യേക രൂപത്തിൽ അതിനെ പരിഗണിക്കണം. അതുപോലെ ആത്മീയ ലോകത്തുമുണ്ട്. ആത്മീയ ലോകത്ത് ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ആ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാൽ മറ്റൊരു സമയത്തും കിട്ടുന്നതിനേക്കാൾ വലിയ വിളയും ഫലവും ലഭിക്കും. അതിൽ അതിപ്രധാനമാണ് ലൈലത്തുൽ ഖദർ. അത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക. ലൈലത്തുൽ ഖദറിനെ കൃത്യമായി ഉപയോഗിക്കുന്നവൻ, ആ രാത്രിയെ കൃത്യമായി ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവൻ വലിയ അളവിലെ നേട്ടമാണ് കരഗതമാക്കുന്നത്. വലിയ പ്രതിഫലമാണ്, പുണ്യമാണ് വാരിക്കൂട്ടുന്നത്. അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റേത് സമയത്ത് എത്ര ഇബാദത്ത് ചെയ്താലും അതിന് തുല്യമാവുകയില്ല. എന്നല്ല, അള്ളാഹു തന്ന സവിശേഷം പ്രാധാന്യമേറിയ ഒരു സന്ദർഭത്തെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഖേദിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. അതിനാൽ അത് നഷ്ടപ്പെടുത്താതെ ആ രാവിന്റെ സാധ്യതകളെ മനസ്സിലാക്കി അതെന്നെല്ലാം സംഭവിക്കാമോ, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ആ ദിവസങ്ങളെയെല്ലാം ശരിയാം വിധം ഉപയോഗിച്ച് പരമാവധി ആരാധനകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് അല്ലാഹുവിന്റെ സാമീപ്യം ഓരോ വിശ്വാസിയും ഉറപ്പാക്കേണ്ടതുണ്ട്. ആ രാവിന്റെ മറയത്ത് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം കൃത്യമായി നേടിയെടുക്കണം. അതിനുവേണ്ടി ആ രാവിനെ പകലാക്കണം, ആ രാവിനെ ജീവിപ്പിക്കണം, ആ രാവിൽ ഇബാദത്തുകൾ ഏറെ വർദ്ധിപ്പിക്കണം. അങ്ങനെ 1000 മാസങ്ങളേക്കാൾ ഉത്തമമേറിയ ആ ഒരൊറ്റ രാത്രിയെ പൂർണ്ണമായും ഉപയോഗിച്ച് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുകയും വേണം. ആ രാവിൽ അള്ളാഹുവിന്റെ വീട്ടിൽ രാപ്പാർപ്പുകാരനാവണം. ആ രാവിൽ മാത്രമല്ല, ആ രാവിന് സാധ്യതയുള്ള ദിവസങ്ങളിലെല്ലാം ആ രാവിനെ പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ വീട്ടിൽ വിരുന്നുകാരനായി പാർക്കണം. ഇഅ്തികാഫ് എന്നാണ് അതിന് പറയുക. പള്ളിയിൽ ഭജനമിരിക്കൽ. 365 ദിവസങ്ങളിൽ 355 ദിവസവും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാന 10 ദിവസങ്ങളിൽ ഒരു വിശ്വാസിയിൽ നിന്നും അങ്ങനെ ഉണ്ടായിക്കൂടാ. അള്ളാഹുവിന്റെ വീട്ടിൽ, പള്ളികളിൽ രാപ്പാർത്തുകൊണ്ട് ആ രാത്രിയെ പ്രതീക്ഷിക്കണം. ആ രാത്രിക്ക് സാധ്യതയുള്ള എല്ലാ ദിവസങ്ങളും കൂടുതൽ ചൈതന്യവത്താക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.